ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് എങ്ങനെ ഒരു ഗേളിനെ ഇമ്പ്രസ് ചെയ്യാമെന്നുള്ളത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ കാണുമ്പോൾ തന്നെ നല്ലൊരു സ്മൈൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ചുമ്മാ ഭയങ്കര ആക്കി ചിരിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ഭയങ്കര നോൺ സ്റ്റോപ്പായിട്ട് ചിരിക്കുന്ന അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. നല്ല ചിരിയായിരിക്കണം. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു സ്മൈല് കാണുമ്പോൾ അവരെ കാണുമ്പോൾ ഒരു സ്മൈൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അല്ലെങ്കിൽ ആരെയാണോ ഇഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ആദ്യമേ കാണുമ്പോൾ തന്നെ നിങ്ങളൊരു സ്മൈൽ കൊടുക്കുക. അത് അവർക്ക് നിങ്ങളോടുള്ളൊരു ഇഷ്ടം ഭയങ്കരമായിട്ട് കൂട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ കാണുമ്പോൾ ഒരു സ്മൈൽ കൊടുക്കുക. തീർച്ചയായിട്ടും ഉടനെ റിഫ്ലക്ഷൻ പോലെ തന്നെ അവർ നിങ്ങളോട് തന്നെ നോക്കി ചിരിച്ചിരിക്കും. അങ്ങനെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗേളിന് ഇഷ്ടമാണെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ താഴെ നോക്കുക അല്ലെങ്കിൽ സൈഡിൽ നോക്കി അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഇഷ്ടമൊന്നും തോന്നത്തില്ല. നിങ്ങൾക്ക് ധൈര്യമില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് കളയും. അത് നിങ്ങളോടുള്ള ഇമ്പ്രഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കാനുള്ള സാധ്യത അതിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗേളിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എത്ര ഷൈ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കാരണവശാലും നിങ്ങൾ തറയിലോ അല്ലെങ്കിൽ വേറെ അങ്ങോട്ടോ നോക്കി സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് അവരോട് നിങ്ങൾക്കൊരു ഇമ്പ്രഷനോ അല്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് വിചാരിക്കുമോ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ച് അവരും അവരുടെ കാര്യം നോക്കി പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ മാക്സിമം അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഐ കോണ്ടാക്റ്റിലൂടെ തീർച്ചയായിട്ടും അവരോട് നല്ലൊരു ഇമ്പ്രഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മാക്സിമം ഉണ്ടെങ്കിൽ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഭയങ്കര തുറച്ച് നോക്കാനൊന്നും നിൽക്കരുത്. നല്ല നൈസായിട്ട് കുറച്ച് നേരം നോക്കി പിന്നെ മാറ്റും. അങ്ങനെ നല്ലൊരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് അവർക്ക് നിങ്ങളോട് നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ നല്ലോണം ശ്രദ്ധിക്കുക. ചിലരുണ്ട് ഭയങ്കരമായിട്ട് നല്ലോണം ഒന്നും ഡ്രസ്സ് ചെയ്യാതെ ഭയങ്കര കുളിക്കുകയോ അല്ലെങ്കിൽ നല്ലോണം ബോഡി സ്പ്രേ അങ്ങനെയൊന്നും അടിക്കാതെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് നടക്കും. എന്നിട്ട് ആരൊക്കെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്ത രീതിയിലൊരു ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ നിൽക്കും. എന്ന് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ കോസ്റ്റ്ലി സ്പ്രേ അങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും നല്ല കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല നീറ്റായിട്ട്, ഇപ്പോൾ പെർഫ്യൂം ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നല്ലോണം കുളിച്ച് വൃത്തിയായി നീറ്റായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളോടുള്ള അട്രാക്ഷൻ ഭയങ്കരമായിട്ട് കൂട്ടിയിടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ലോണം ഡ്രസ്സ് ചെയ്യാതെ അത് വൃത്തിയായിട്ടൊന്നും നടക്കാതെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഇമ്പ്രഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നതായിരിക്കും. അവർ മാത്രമല്ല, വേറെ ആരും നിങ്ങളുടെ അങ്ങനെയൊന്നും വന്ന് സംസാരിക്കാൻ അങ്ങനെയൊന്നും നിൽക്കത്തില്ല. നിങ്ങളെപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ. അത് ചുമ്മാ പറയുന്നതല്ല, റിയലായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ലോണം എപ്പോഴും ഹൈജീനിക്കായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നിങ്ങളെ കാര്യം നോക്കാതെ ഭയങ്കര വൃത്തികേടായിട്ട് നടന്നു കഴിഞ്ഞാൽ ആർക്കും നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. സോ നിങ്ങളെ നല്ലോണം ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾ അവർ നല്ലോണം ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന് കാണാൻ ഭയങ്കര സുന്ദരിയുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളോട് അട്രാക്ഷൻ ഭയങ്കരമായിട്ട് അവർക്ക് കൂട്ടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങളൊന്നും മിണ്ടാതെ അവരെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് വലിയൊരു ഇഷ്ടമോ അങ്ങനെയൊന്നും തോന്നത്തില്ല. സോ നിങ്ങൾ അവരെ കാണുമ്പോഴത്തേക്ക് ചെന്ന് ചെറുതായിട്ടൊരു അപ്രീസിയേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഡ്രസ്സ് കൊള്ളാം, അല്ലെങ്കിൽ ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ അപ്രീസിയേഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഈ ക്യാരക്ടർ കൊള്ളാം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് നല്ലൊരു ബോണ്ട് തോന്നിക്കുന്നതായിരിക്കും. അവരും അതേ കണക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സോ അടുത്തതെന്ന് പറഞ്ഞാൽ തമാശ പറയാൻ വേണ്ടി ശ്രമിക്കുക. തമാശ പറയുന്ന ബോയ്സിനും ഗേൾസിനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ നിങ്ങളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മാക്സിമം ഫണ്ണിയായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ടായിരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊന്നും ആയിരിക്കരുത്. നല്ല രീതിയിൽ കേട്ടാൽ എല്ലാവർക്കും ചിരി വരുന്ന രീതിയിൽ കുറച്ച് തമാശകൾ പറയാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ ആദ്യമേ ഒന്നും അത് പറ്റത്തില്ലായിരിക്കും, പക്ഷേ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വർക്കാവുന്നതായിരിക്കും. കാരണം ഏതൊരു ഗേളായിരുന്നാലും തനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഭയങ്കര ഫണ്ണി ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും. സോ മാക്സിമം നിങ്ങൾ തമാശ പറയാനോ അല്ലെങ്കിൽ തമാശ ഓരോരോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. നിങ്ങളെ ബാക്കി എന്തെങ്കിലും നിന്ന് ഭയങ്കരമായിട്ട് വ്യത്യാസമാക്കി കാണിക്കുന്നതുമായിരിക്കും. സോ നിങ്ങളും കഴിയുന്നത്ര രീതിയിൽ ഒരു ഫണ്ണി ഗായി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഭയങ്കര വൾഗറായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് ഫണ്ണിയായിട്ട് അവരുടെ മുമ്പിൽ കാണിക്കുക, അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യാൻ, അവരെ ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ട് കൂട്ടുന്നതായിരിക്കും.
അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് എന്തുവാണ് ഇഷ്ടം, എന്തൊക്കെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഭയങ്കര പേഴ്സണലായിട്ടൊന്നും പോകാൻ ശ്രമിക്കരുത്. അവർക്ക് ചില കാര്യങ്ങൾ പറയാൻ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ കമ്പൽ ചെയ്യാനൊന്നും നിൽക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് ഇഷ്ടത്തിന് പകരം ഹേറ്റായിരിക്കും ഭയങ്കര കൂടെയുള്ള സാധ്യത. സോ സാധാരണ രീതിയിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. അതോടെ തന്നെ നിങ്ങളെ കാര്യങ്ങളും അവരോട് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. സോ അതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബോണ്ടിങ് അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.